സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് നിധിയെ കല്യാണം കഴിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഫ്രോഡ് പണി ചെയ്തിട്ടാണ് കല്യാണം കഴിച്ച് എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും ഹരീഷ് പറയുന്നുണ്ട്, സ്നേഹം ഒരിക്കലും പിടിച്ചു വലിക്കാനുള്ളതല്ല, അവരറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, നീയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത്, നീ ഇപ്പോൾ പ്രേമിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്, നീയും അതുപോലെ തന്നെ, ആരും എൻ്റെ ഭാഗത്ത് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഒരു സങ്കടമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും ബ്രോക്കർ വരുന്നുണ്ട്. അപ്പോൾ ബ്രോക്കറിൻ്റെ അടുത്ത് സുഭാഷ് ചേട്ടന് നല്ലൊരു പെണ്ണാലോചിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വരാൻ പറഞ്ഞത്, എന്താ എത്ര നേരം വൈകിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർത്തി വെച്ചതല്ലേ, അപ്പോൾ തുടങ്ങിയ എന്നെ അറിയിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കർ പറയുന്നുണ്ട്. അപ്പോൾ നല്ല ആലോചന ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അപ്പോഴേക്കും നീതുവിൻ്റെ ഏട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നത് കാണുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഹരീഷിൻ്റെ അടുത്ത്, നീതുവിൻ്റെ ചേട്ടൻ വരുന്നുണ്ട്, നമുക്കൊന്ന് തോണ്ടിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വന്നതും അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ എന്താടാ കളിയാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നീതുവിൻ്റെ ഏട്ടൻ അവർ രണ്ടാളുടെ അടുത്തും വഴക്കിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നീതുവിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട്, അവൾ ഇപ്പോഴും എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോഴും നിൻ്റെ അനിയത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്, അവളെക്കുറിച്ച് നിനക്ക് മനസ്സിലായിട്ടില്ല, അവൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിൻ്റെ അറിവോടെയാണ്, നിൻ്റെ ഐഡിയയാണ് പോലീസിനെ വിളിച്ച് പറഞ്ഞതെന്നുള്ളതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നീതുവിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇനി അവളെ തൊട്ട വിവരം അറിയും, ഞാനാണ് അവളെ അവിടെ കൊണ്ടാക്കിയത്, അവളെ അതുപോലെ ഇറക്കിക്കൊണ്ട് വരാനും എനിക്കറിയാം, നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതും നീതുവിൻ്റെ ഏട്ടൻ നേരെ വീട്ടിൽ പോയിട്ട് നീതുവിനെ വഴക്ക് പറയുന്നുണ്ട്. ഇവള് ഇപ്പോഴും ഹരീഷിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ, അവൾ എന്തെങ്കിലും ഇന്ത്യ പോലീസിനെ വിളിക്കുന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഖിലാണെങ്കിൽ അവളെ തല്ലാൻ വേണ്ടി ചെയറൊക്കെ എടുത്തിട്ട് തല്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ നീ തല്ല്, ഞാനിപ്പോൾ ഒരു കോള് വിളിച്ചാൽ മതി, അപ്പോൾ പാഞ്ഞെത്തും പോലീസുകാരിവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, തല്ലാൻ നിൽക്കണ്ട, അവൾ പോലീസിനെ വിളിക്കുന്നു പറയുന്നത് കേട്ടില്ലേ, അപ്പോൾ ഇനി ഒന്നിനും നിൽക്കണ്ട, അവളെന്തോ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുധീഷ് ബ്രോക്കറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രോക്കർ ജാതകം വേണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത് വന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ ജാതകത്തിന് ഇപ്പോൾ എന്താ ചെയ്യുക, ജാതകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ, അച്ഛൻ്റെ അടുത്ത് ചോദിക്കാമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് നേരിട്ട് കല്യാണ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയാനും പറ്റില്ല. അപ്പോൾ എങ്ങനെ ജാതകം ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, നമ്മൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഒന്ന് ജാതകം നോക്കാൻ വേണ്ടിയിട്ടാണ്, ജാതകം ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാവരുടെയും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് സുഭാഷ് പോയി അച്ഛനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ കാരണവരാണ്, അപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വേണം നിങ്ങൾ വരാൻ, എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ല വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വലിയ തത്വമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ജാതകമൊന്നും ഉണ്ടാക്കിച്ചിട്ടില്ല, നിങ്ങളുടെ തലവര മാറ്റാനും കഴിയില്ല, നിങ്ങൾക്ക് മാംഗല്യ യോഗമുണ്ട്, കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളായി ജനിച്ചത് തന്നെ ഞങ്ങൾ വലിയൊരു ദുരന്തമായിട്ടാണ് കാണുന്നത്, ഇതിലും വലുതെന്താ വരാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ജോത്സ്യനെ കാണാൻ പോകുന്നു. ജോത്സ്യനെ കാണാൻ പോയപ്പോൾ ജോത്സ്യൻ ചോദിക്കുന്നത് ആളുടെ പേരും ഡേറ്റും ജനിച്ച ദിവസവും സമയവും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു സമയം ഇട്ടിട്ട് ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ ജോത്സ്യൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും എനിക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്കിതൊരു വലിയ വിശ്വാസമൊന്നും ഇല്ല ജോത്സ്യ, അതുകൊണ്ട് എന്തെങ്കിലും നല്ല ഒരു ഇത് നോക്കിയിട്ട് ഒന്ന് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ചൂടാവുന്നുണ്ട് ജോത്സ്യൻ. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഏട്ടൻ്റെ കല്യാണം നടക്കാതെ കുറേ കാലമായി, അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, അതിൻ്റെ ദേഷ്യത്തിലാണ് ഏട്ടൻ അങ്ങനെ ആരെന്ന് പറയുന്നത്, ജോത്സ്യൻ കാര്യമാക്കണ്ട, ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷ് വളരെ താഴ്മയോടെ ജോത്സ്യൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.